എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വെൽനസ് വിത്ത് വിധു. എൻ്റെ പേര് വിധു ഹരിദാസ്, സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനസ് പ്രൊമോട്ടർ. ഈ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ഓഫ് ദ സ്ട്രക്ചർ, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് അല്ലെങ്കിൽ ഫംഗ്ഷനാണ് പ്രോട്ടീൻ്റെ. ഫോർ എക്സാമ്പിൾ മസിൽ, ബോൺ, ഹെയർ, നെയിൽ, സ്കിൻ, ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസും അതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷനും പ്രോട്ടീനാണ്. ഫോർ എക്സാമ്പിൾ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് സ്കിൻ, ബോൺ എന്നൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നത്. കെരാറ്റിൻ ആണ് നെയിൽ, ഹെയർ അതിനൊക്കെ ആവശ്യമുള്ള പ്രോട്ടീൻ. മസിൽസിന് വേണ്ടതാണ് ആക്റ്റിൻ, മയോസിൻ എന്നൊക്കെ പറയുന്ന മസിൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ബിൽഡിംഗ് ആൻഡ് റിപ്പയറിംഗ് ഓഫ് ദ സ്ട്രക്ചർ. പിന്നെ വരുന്ന ട്രാൻസ്പോർട്ടിംഗ്, അതിനും പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഏതൊക്കെ പ്രോട്ടീനാണ് അതിന്? എല്ലാവർക്കും പരിചയമുള്ള ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. അത് ഓക്സിജനെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ മെസഞ്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രോട്ടീൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻസുലിൻ ഒരു മെസഞ്ചർ ആയിട്ടുള്ള പ്രോട്ടീനാണ്. ഗ്രോത്ത് ഹോർമോൺ ഒരു മെസഞ്ചർ ആയിട്ടുള്ള പ്രോട്ടീനാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഇൻസുലിൻ. ഡിഫൻസ് മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നതാണ് വേറെ കുറച്ച് പ്രോട്ടീൻ. ഒരു ബോഡി ഗാർഡായിട്ട് നിന്നിട്ട് നമ്മുടെ ശരീരത്തിന് വൈറസും ബാക്ടീരിയ, ജേംസ് എല്ലാത്തിനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കൂട്ടം പ്രോട്ടീനാണ് ആന്റിബോഡി എന്ന് നമ്മൾ പറയുന്നത്. ഈ ആന്റിബോഡി കുറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും. സോ ദാറ്റ് ഇസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ. സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടിനും പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഫെററ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് അയൺ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആവശ്യ സമയത്ത് നമ്മുടെ ശരീരത്തിനകത്ത് അയൺ സ്റ്റോർ ചെയ്ത് അയൺ എടുക്കണമെങ്കിൽ ഈ സ്റ്റോർ ചെയ്യാനായിട്ട് ഫെററ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആവശ്യമുണ്ട്. ഇതില്ലെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ അയൺ റിലീസിങ് നടക്കില്ല. ഹെൽപ്പേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ട്, ഈ എൻസൈംസ് ഒക്കെ. കെമിക്കൽ ലാബിൽ ഓരോ ജോലിയും സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണ പോലെ ഡൈജഷൻ സ്പീഡപ്പ് ചെയ്യാനായിട്ട്, ഡീടോക്സിഫിക്കേഷൻ, എനർജി പ്രൊഡക്ഷൻ, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പ്രോട്ടീനാണ് അമിലേസ്. ഫുഡ് കഴിക്കുമ്പോൾ കാർബ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അമിലേസ്. ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനാണ് ലിപ്പേസ്. പ്രോട്ടീൻ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന പെപ്സിൻ. നമ്മൾ കഴിക്കുന്ന അരിയാഹാരം വിഘടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അമിലേസ്. നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് അതാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വേണ്ട രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ പ്രോട്ടീൻ ബിൽഡ്, റിപ്പയർ, പ്രൊട്ടക്ട്, ട്രാൻസ്പോർട്ട്, വർക്ക് ആസ് എ മെസഞ്ചർ, ഓവറോൾ ട്രൂ വർക്കേഴ്സ് ഓഫ് ലൈഫാണ് നമ്മുടെ ബോഡിയിൽ. ഇനി പ്രോട്ടീൻ ഡെഫിഷ്യൻസി വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി ബോഡിയിൽ വന്നാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അയൺ കുറയുമ്പോൾ മണ്ണ്, കല്ലൊക്കെ കുട്ടികൾ എടുത്ത് കഴിക്കുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻറ്റ് വരുമ്പോൾ പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനുള്ളൊരു കൊതി വല്ലാണ്ട് കൂടും. അങ്ങനെ നമ്മൾ ഓവറായിട്ട് കഴിക്കും, വലിച്ചു വരി കഴിക്കുന്ന ഒരു ശീലം വരും. ഇമ്മ്യൂണിറ്റി കുറയും, അതായത് രോഗപ്രതിരോധ ശേഷി കുറയുന്നു, കാരണം ആന്റിബോഡീസ് കുറയുന്നു. ഹെയർ ലോസ് ഉണ്ടാവണം, എപ്പോഴും അസുഖങ്ങൾ വരിക. ഒരു രോഗത്തിൽ നിന്ന് മോചനം നേടുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പ്രോട്ടീൻ കുറഞ്ഞാൽ ആ രോഗത്തിൽ നിന്ന് മോചനം നേടുന്ന ആ ഒരു പ്രക്രിയ വളരെ സ്ലോ ആവാൻ തുടങ്ങും. കൂടാതെ ഫാറ്റി ലിവർ, കുട്ടികളിൽ വളർച്ച മുരടിക്കുക, നെയിൽ ഡാമേജുകൾ ഉണ്ടാവാം, ബോൺ ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം, പെട്ടെന്ന് വിശക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ പ്രോട്ടീൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ളത് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ. ഇത്രയും നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ബോഡിയിൽ കിട്ടുന്നുണ്ട്. എന്തോരം വേണം ഒരു വ്യക്തിക്ക് ഡെയിലി പ്രോട്ടീൻ്റെ ആവശ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. Stay tuned for my next video. If you find it informative, just give a thumbs up.